അവിടെ എവിടെയോ ഒരു കിണറുണ്ടെന്നറിഞ്ഞ ഇയാൾ രാവിലെ തന്നെ തന്റെ വാളുകൊണ്ട് മണൽ തൊട്ടു നോക്കി. പെട്ടെന്ന് അയാളുടെ മുന്നിലുള്ള മണൽ താഴാൻ ആരംഭിച്ചു. അയാൾക്ക് വലിയ സന്തോഷമായി. അവൻ തന്റെ കൂടെ വന്നവരെ ഇത് വിളിച്ച് കാട്ടിക്കൊടുത്തു. കാണുമ്പോൾ പണ്ടാരോ ഉപയോഗിച്ച ഒരു കിണർ പോലെ തോന്നി. ഇപ്പോൾ അവരുടെ എല്ലാ സമ്പൂർണ്ണ വിശ്വാസവും ഈ കിണറിലായിരുന്നു. പക്ഷേ കിണറിന്റെ മറ മാറ്റിയപ്പോൾ എല്ലാവരും നല്ലപോലെ ഞെട്ടി. അതിൽ ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. മരുഭൂമിയിൽ കുടുങ്ങിയ ഈ സൈനികർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ മരണമായിരുന്നു അവരെ കാത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ബോസ് തോൽക്കാൻ തയ്യാറായില്ല. കിണറിൽ ഇറങ്ങി പരിശോധിക്കാൻ ഉത്തരവിടുന്നു. അതിൽ ഇറങ്ങിയ ജാക്ക് കണ്ടത് വെറും മണൽ മാത്രമായിരുന്നു. സങ്കടം കാരണം തിരിച്ചു കയറാൻ ശ്രമിച്ച ജാക്ക് ഒരു സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ വെള്ളത്തുള്ളി വീഴുന്നത് കണ്ടു. ഇത് കണ്ട ജാക്ക് അലറി വിളിക്കാൻ ആരംഭിച്ചു. ശേഷം അവരുടെ ടീമിനോട് ഒരു പാത്രം താഴേക്കിടാൻ ആവശ്യപ്പെടുന്നു. അവർ കയ്യിലുണ്ടായ ഒരു മെറ്റൽ ബോക്സ് താഴേക്കിടുന്നു. അങ്ങനെ ജാക്ക് ഓരോ തുള്ളിയും വളരെ ശ്രദ്ധിച്ച് അതിലേക്ക് ഒഴിക്കുന്നു. അവർക്ക് ലഭിച്ച വെള്ളം വളരെ കുറവാണെങ്കിലും അത് ഉപയോഗിച്ച് 9 പേരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ 2 ലഞ്ച് ബോക്സുകളിൽ വെള്ളം നിറയ്ക്കാൻ സാധിച്ചു. അതിലെ ഒരുത്തന് നല്ല പോലെ ദാഹമുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ കർശനമായ നിയമങ്ങൾ വെച്ചിരുന്നു. ഒരാൾക്ക് 3 കവിൾ വെള്ളം മാത്രമേ കുടിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മരിക്കാനായ ആ സൈനികർക്ക് ഈ കിട്ടിയ വെള്ളം പുതുജീവൻ നൽകി.